ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ ടെസ്റ്റിമോണിയൽസ് വന്നിരിക്കുന്നത് ഷാനിബ റിയാസിൻ്റെ നിന്നാണ്. നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. നന്നായി വന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipes@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും ഒരു റെസിപ്പീസ് ആർ സിമ്പിൾ തന്നെയാണ്. നമ്മൾ ദിൽ പറാത്തയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ദിൽ ലീവ്സ് ആണ് യൂസ് ചെയ്യണത്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ മലയാളം പേര് ചതകുപ്പ എന്നാണ് കാണുന്നത്. എന്നാലും ഞാൻ ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. ദിൽ ലീവ്സ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിൽ ഇവിടെയും പുറത്തൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. നാട്ടിൽ അത് എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഈ ഇലകൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉലുവയുടെ ഇലയും ആഡ് ചെയ്യാം. പക്ഷേ ഈ ദില്ലിൻ്റെ ഒരു സ്മെല്ല് നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. നല്ല പ്ലസൻറ്റ് ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്. നമ്മൾ നല്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം ഇഷ്ടമാവും നമുക്ക്. കാര്യം വളരെ സിമ്പിളാണ്. 3 കപ്പ് ആട്ട, 1 സവാള കൊത്തിയരിഞ്ഞത്, 3/4 കപ്പ് ഈ ഡില്ലിൻ്റെ ഇല ചോപ്പ് ചെയ്ത് വെച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. അപ്പം നമുക്ക് ഫ്രൈങ് പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ചൂടാക്കുന്നത്. ഇതിലാദ്യം നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇപ്പം ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി സവാളയുടെ കളറും ഒന്ന് മാറി തുടങ്ങണം. അങ്ങനെ കളറൊന്നും മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ഡില്ലിൻ്റെ ഇലകൾ ചേർത്ത് കൊടുക്കാം. ഈ ഇലകൾ ഒന്ന് വാടണ വരെയും ഒന്ന് വഴച്ചെടുത്താൽ മതി. കൂടുതൽ നേരം കുക്ക് ചെയ്യണ്ട. എനിക്ക് ഇലകളുടെ ആ ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ് ഏറ്റവും ഇഷ്ടം. പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ദിൽ ഫില്ലിങ്, നമ്മുടെ പറാത്തയ്ക്ക് ഉള്ളത്. അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കാം. മൂന്ന് കപ്പ് ആട്ട എടുത്തിരുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും. ഇനി ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത ദില്ലും സവാള മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. എന്നിട്ട് ഇനി ഇത് മാവ് കുഴയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒഴിച്ചു വന്നപ്പോൾ 1/2 കപ്പും കൂടി ആയിട്ടുണ്ട് വെള്ളം.
ആദ്യം സ്പൂൺ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് അത് ഇങ്ങനെ ഒരുമിച്ച് കൂടി തുടങ്ങുമ്പോഴാണ് ഞാൻ കുഴയ്ക്കാൻ തുടങ്ങാറ്. എന്നിട്ട് നല്ല സോഫ്റ്റ് ഒരു ഡോ ആവണ വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇന്നിവിടെ ചപ്പാത്തിയും പനീറും ആണ് വീട്ടിൽ. പൊട്ടേറ്റോ ഉണ്ട്. ഇന്ന് ഒരാളെൻ്റെ ഇളയ മോള് ക്യാമ്പിന് പോയേക്കാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് കാരണം വീട്ടിലൊക്കെ ഒരു ക്വയറ്റാണ് കുറച്ച്. ഇളയാളുടെ ഒച്ചയും ബഹളമാണ് എപ്പോഴും കൂടുതൽ ഇവിടെ കേൾക്കാറുള്ളത്. ആദ്യമായിട്ട് മാറി നിൽക്കണ കാരണം ഒരു ചെറിയൊരു വിഷമമില്ലാണ്ടില്ല. എന്നാലും അവർ ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ അല്ലേ? നമുക്കും അതൊരു നല്ല പാഠമാണ്. 3 ദിവസത്തെ ക്യാമ്പാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറച്ചുണ്ടാവും. അവൾക്ക് നല്ല രസമായിരിക്കും ഏതായാലും. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. അത് ഇനി 15 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കും. ഇത് നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ തന്നെയാണ് പരത്തുന്നത്. കുറച്ച് ആട്ട പൊടി മുക്കി നമ്മുടെ സർഫസിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഞാൻ പരത്തി എടുക്കുകയാണ് ചെയ്യാറ്. ഇന്ന് ഞാനിവിടെ ചപ്പാത്തി ചുടാൻ പോണത് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്തിട്ടാണ്. അടുപ്പത്ത് ചപ്പാത്തി കുറേ നേരം ചൂടുമ്പോൾ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ എനിക്ക് ചൂട് കൊണ്ട് ആ ചൂട് കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോൾ ചൂടെടുക്കൂല. ഗ്യാസ് അടുപ്പുമ്മൽ ഉണ്ടാക്കണ അത്രയും പൊളിച്ച് വരില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ചപ്പാത്തി പരത്തിയതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ സൈഡിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിടാം. എന്നിട്ട് പിന്നെ തിരിച്ചു മറിച്ച് 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്ത് സോഫ്റ്റായി ഉള്ളിലേക്ക് കുക്കായി എന്ന് തോന്നുമ്പോൾ അടുത്ത ചപ്പാത്തി ചൂടാം. ഇത് ചുടുമ്പോഴും നല്ലൊരു മണമാണ്. അങ്ങനെ 2 സൈഡും കുക്ക്ഡായിന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാ ദിവസവും ചപ്പാത്തി കഴിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ രാത്രിയൊക്കെ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് നമുക്ക് ഈ ആലു പൊറാത്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റഫിങ്ങോ ഫില്ലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ചേഞ്ച് അല്ലേ? പിള്ളേർക്കും ഇഷ്ടമാവും. ഇവിടെ പിള്ളേർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചപ്പാത്തിയാണ്. എന്നിട്ട് നമുക്കൊരു ഫീലിംഗും ഉണ്ട് എന്തെങ്കിലും നല്ലത് ചെന്നല്ലോ. ഇതൊരു നല്ലൊരു ഹെർബല്ലേ ഡിൽ ലീഫൊക്കെ. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. ഉണ്ടാക്കിയ വിവരം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.